ഫുൾ GI ഷീറ്റാണ്. GI ഷീറ്റും അതുപോലെ GIൻ്റെ സ്ക്വയർ ട്യൂബും. പണി പഠിക്കുന്ന കാലത്തല്ല എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് വന്നിട്ട് പിന്നെ റോബോട്ടിനെ എല്ലാം ഉണ്ടാക്കിക്കും നമ്മളെ കൊണ്ട്. ആ പണി പഠിക്കുന്ന ടൈമേ ഏകദേശം ഈ ഒരു വർക്ക് താല്പര്യമുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ പണി കിട്ടലുണ്ട്, അങ്ങനത്തെ പണി. കുട്ടിക്കാലത്ത് ആകാശത്ത് ഇരമ്പിപ്പായുന്ന ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുക എന്നത് കണ്ണൂർ പറശ്ശിനിക്കടവിലെ ബിജുവിൻ്റെ സ്വപ്നങ്ങളിലൊന്നായിരുന്നു. എന്നാൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അന്നത് നടന്നില്ല. വലുതായപ്പോൾ സ്വന്തമായി ഒരു ഹെലികോപ്റ്റർ തന്നെ നിർമ്മിച്ച് തൻ്റെ കുട്ടിക്കാലത്തെ ആഗ്രഹം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ബിജു പറശ്ശിനി എന്ന യുവാവ്. അതേപോലെ ആർട്ട് വർക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബട്ടർഫ്ലൈസിന് ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയൊരു ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഗിറ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഏകദേശം ഒരു നല്ലൊരു ഇതിനേക്കാളും ഉയരത്തിലൊരു ഗിറ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നോട്ട് ബുക്കുകൾ പോലത്തെ ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം നാട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഇത്രത്തോളം ചിന്തിച്ചില്ല, ചെറിയൊരു സാധനം ഉണ്ടാക്കാനേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ആയി വരുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ആൾ ശ്രദ്ധിക്കുന്ന ഒരു സാധനമായി മാറിയതാണ്. ബിജു നിർമ്മിച്ച ഹെലികോപ്റ്ററിൽ ആർക്കും കയറാം, ഉല്ലസിക്കാം. 6 ദിവസം കൊണ്ടാണ് GI ഷീറ്റ്, മെറ്റൽ പ്ലേറ്റ്, പൈപ്പ് തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് ബിജു പറശ്ശിനി മെറ്റൽ ആർട്ട് വർക്കിലൂടെ ഹെലികോപ്റ്ററിന്റെ മിനിയേച്ചർ മോഡൽ ചെയ്തിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഒരു യഥാർത്ഥ ഹെലികോപ്റ്ററാണെന്നേ ആരും പറയുകയുള്ളൂ. അത്രമാത്രം സൂക്ഷ്മതയും ഫിനിഷിങ്ങും ഈ ഒരു വർക്കിനുണ്ട്. ഹെലികോപ്റ്ററിനുള്ള ചിന്താഗതി പിന്നെ ഇവിടെ ധർമ്മശാലക്കൊരു ഹാപ്പിനെസ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, നമ്മുടെ തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ. അപ്പോൾ അതിൽ ജനങ്ങളെ കയറ്റിയിട്ട് കറക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു, ഒറിജിനൽ ഹെലികോപ്റ്റർ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് പെരുമാറേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു വെൽഡിങ്ങായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ഹെലികോപ്റ്ററിൻ്റെ കൂടെ ഉണ്ടായ ദിവസങ്ങളുണ്ട്. അപ്പോൾ അത് കൂടി വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ കൂടുതലൊന്നും നോക്കേണ്ട വന്നില്ല. യൂട്യൂബിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ലെങ്ത്ത് മാത്രമേ നോക്കിയിട്ടില്ലൂ, ബാക്കിയെല്ലാം മനസ്സിൽ പതിഞ്ഞത് അങ്ങനെ പകർത്ത്. അല്ല, അത് കണ്ടപ്പോഴാണ് ഹെലികോപ്റ്റർ ഉണ്ടാക്കുക എന്നുള്ളൊരു അത് കണ്ടപ്പോഴാണ് സത്യത്തിൽ ഹെലികോപ്റ്റർ എന്നുള്ളൊരു ചിന്ത വന്നത്. പക്ഷെ അതിന് മുമ്പ് ധർമ്മശാല നമ്മൾ പണി പഠിക്കുന്ന കാലത്തല്ല എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് വന്നിട്ട് പിന്നെ റോബോട്ടിനെ എല്ലാം ഉണ്ടാക്കിക്കും നമ്മളെ കൊണ്ട്. ആ പണി പഠിക്കുന്ന ടൈമേ ഏകദേശം ഈ ഒരു വർക്ക് താല്പര്യമുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ പണി കിട്ടലുണ്ട്, അങ്ങനത്തെ പണി. ഇതിൻ്റെ ബോഡിയെല്ലാം GI ഷീറ്റാണ്, GIയുടെ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ബോഡി വർക്ക് ചെയ്തത്. പിന്നെ ബാക്കിയുള്ള സ്ക്വയർ ട്യൂബെല്ലാം GI ട്യൂബ് തന്നെയാണ്. ഗ്ലാസ് പോളികാർബൺ ഷീറ്റിനെ കൊണ്ട് ഗ്ലാസ് ഉണ്ടാക്കിന്. പങ്ക് അതേപോലെ കറണ്ട് വെച്ചിട്ട് കറക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യമേ എനിക്ക് മനസ്സിലുണ്ടായില്ല. കാരണം ഇത് ആർട്ട് വർക്ക് എന്നുള്ളൊരു രീതി മാത്രമേ തോന്നിയുള്ളൂ. ഇപ്പോൾ എല്ലാവരും കറണ്ട് കൊടുത്തിട്ട് ഇത് വർക്ക് ചെയ്യിക്കുക, അങ്ങനെ കുറേ ഇതെല്ലാം കൺസെപ്റ്റെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇനി കൂടുതൽ ടൈം ചിലവാക്കുന്നതിന് മുമ്പേ അടുത്തൊരു വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കണം, അടുത്ത പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെയാണ് ഈ കേരളത്തിൻ്റെ ഈ കലകൾ ഓർമ്മിക്കുന്ന കഥകളിന്റെ ചിത്രം ഉൾപ്പെടെയുള്ളവ. എന്താണ് ഇങ്ങനെ ഒരു ഇതിലേക്ക്? അത് നമ്മൾ ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായാലും മനസ്സിലേക്ക് ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ചിത്രങ്ങളിലല്ലേ എല്ലാവരും മനസ്സിലേക്ക് വരും, നമ്മൾ മലയാളിയിലല്ലോ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ തന്നെ ഇതന്നെ ഉദ്ദേശിച്ചത്. വേറൊരു സംഭവം കാണുന്ന പറശ്ശിനിക്കടവ് പാലം. അത് പറശ്ശിനിക്കടവ് പാലമാണ്. ഇത് പറശ്ശിനിക്കടവിൻ്റെ കുറച്ചും കൂടി ഫോട്ടോസ് തന്നെ ഉൾപ്പെടുത്താൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ അധികം ഒന്നാമത് മഴയായതുകൊണ്ട് ഞാനൊരു ടൈം ഇത് പെട്ടെന്ന് അത് സ്റ്റക്കാക്കി വെച്ചിന്. ഫുൾ മഴയായിരുന്ന ടൈം ഇത് പെയിൻറ്റിങ് എല്ലാം ലാഗായിട്ട് വരുമ്പോൾ വർക്കവിടെ മതിയെന്ന് വെച്ചിന്. അതാണ് കുറച്ച് സ്റ്റിക്കേഴ്സിൻ്റെ എല്ലാം വർക്ക് കുറവാണ് ഇതിൽ. അതുപോലെ പെയിൻറ്റിങ് വർക്കും ഫിനിഷിങ് ആയിട്ട് തോന്നുന്നില്ല. എല്ലാം കൈകൊണ്ട് ഉണ്ടാക്കിയതും എല്ലാം വളച്ചതും എല്ലാം ഹാൻഡ് മെയ്ഡ് തന്നെയാണ്. ഒന്നും സ്പ്രേ ഒന്നും ഉപയോഗിച്ചില്ല, പിന്നെ കൈ കൊണ്ട് തന്നെ അടിക്കുന്നത്. ഒരുപാട് തവണ അടിക്കേണ്ടത്, കാരണം മഴയായതുകൊണ്ട് അത് ഒരുപാട് ടേംസ് ആയിട്ട് അടിച്ചിട്ടാണ് ഇത്രയും പിന്നെ പെർഫെക്റ്റ് ആയിട്ട് ഏകദേശം എത്തിച്ചത്. ലൈറ്റും കാര്യങ്ങളും ഇതിൽ പിന്നെ ഇലക്ട്രിക് വർക്ക് നേർക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ല. സത്യത്തിൽ ഇലക്ട്രിക് വർക്ക് കണക്ഷൻ കൊടുക്കുന്നെങ്കിൽ ഓരോ ലൈറ്റെല്ലാം കത്തിച്ച് ഇവിടെ നിന്ന് അവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ട് ഇതിനുള്ളിൽ ഒരു ഹോളാണല്ലോ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കത്തുന്നൊരു സെറ്റപ്പ് ഉണ്ട്. അതെല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ട് അവിടെ വെച്ച് തന്നു, വേണ്ടാന്ന് വെച്ച് തന്നു. പിന്നെ സൗണ്ട് അതേപോലെ നല്ല എക്കോ കിട്ടുന്നുണ്ട് ഇതിനുള്ളിൽ. അപ്പോൾ സൗണ്ടും എല്ലാം സെറ്റ് ചെയ്ത് പങ്കൊന്ന് ഇലക്ട്രിക്കൽ കറക്കി പിന്നെ ലൈറ്റെല്ലാം കൊടുത്തിട്ടുള്ളൊരു വർക്കും കൂടി ഇതിൻ്റെ ബാക്കിയുണ്ട്. ഫിനിഷിംഗ് ആണ് ഞാൻ പറയുന്നത്. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സഹായിക്കുന്ന ലാൻഡിംഗ് സ്കിഡ്, പറന്നുയരുവാൻ സഹായിക്കുന്ന വലിയ പങ്ക, 3 പേർക്കിരിക്കാനുള്ള സീറ്റ്, പൈലറ്റിന് ഹെലികോപ്റ്റർ റൈഡ് ചെയ്യാനുള്ള ഏരിയ എന്നിവയടക്കം ഹെലികോപ്റ്ററിന്റെ ഉൾഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. മെറ്റൽ ആർട്ട് വർക്കിൽ നേരത്തെ തന്നെ കഴിവ് തെളിയിച്ച ബിജു
ധർമ്മശാലയിൽ നടത്തിയ തളിപ്പറമ്പ് മണ്ഡലം ഹാപ്പിനെസ് ഫെസ്റ്റിവലിന്റെ മെറ്റൽ ആർട്ട് വർക്കിൽ ഒരുക്കിയ പ്രവേശന കവാടം ഏറെ ശ്രദ്ധേയമായിരുന്നു. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നടന്ന സംസ്ഥാന ബെഡ് സ്കൂൾ കലോത്സവ കവാടത്തിനായി നിർമ്മിച്ച ചിത്രശലഭങ്ങളുടെ മെറ്റൽ വർക്കും ഈ കലാകാരന് ഏറെ കൈയ്യടി നേടിക്കൊടുത്തതാണ്. ഒരുപാട് കൺസെപ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇത് ഒന്ന് സെയിലാക്കിയതിന് ശേഷം അടുത്തൊരു കൺസെപ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സെയിലാക്കാൻ ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മഴയിലായതുകൊണ്ട് എല്ലാ പരിപാടിയും ടൂറിസത്തിൻ്റെ എല്ലാ പരിപാടിയും ബ്രേക്കാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഓണത്തിന് അടുപ്പിച്ച് ടൂറിസത്തിൻ്റെ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എടുക്കാമെന്ന് പറഞ്ഞ കുറേ പേരുണ്ട്. ഇത് ഇനി എന്താണ് പ്ലാൻ? നെക്സ്റ്റ് പ്ലാന് ഞാൻ ഇതിനിടെ ബസ്സാണ് വരുന്നത്. പക്ഷേ ബസ്സിനെക്കാട്ടിയും കുട്ടികൾക്ക് ഒന്നും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട് മനസ്സിൽ വെക്കുന്നത്. ചെറുതും വലുതുമായ ഒട്ടേറെ മെറ്റൽ ആർട്ട് വർക്കുകളും ബിജു പറശ്ശിനി ചെയ്തിട്ടുണ്ട്. വരും കാലങ്ങളിൽ മെറ്റൽ ആർട്ട് വർക്കുകൾക്ക് പ്രാധാന്യമേറെയാണെന്നാണ് ബിജു പറയുന്നത്.